പൊതുരംഗത്തും രാഷ്ട്രീയ, സാംസ്കാരിക, സാമൂഹിക രംഗങ്ങളിലും തങ്ങളുടെ ആദർശങ്ങൾക്കും വിശ്വാസങ്ങൾക്കും അനുസരണമായി പ്രവർത്തിക്കുന്നവരെ അവരോടുള്ള ഇഷ്ടക്കേടിൻ്റെ പേരിൽ താറടിക്കാൻ എന്ത് നീചപ്രവൃത്തിയും ചെയ്യാൻ മടിയില്ലാത്ത ശിഖണ്ഡിമാർ, അങ്ങനെ വേണം പറയാൻ, ശിഖണ്ഡിമാർ ഇവിടെ അരങ്ങുവാഴുകയാണ്. അസ്ത്രവും വാളും ഗതയൊന്നുമല്ല അവരുടെ ആയുധം. സോഷ്യൽ മീഡിയ സങ്കേതവും സൈബർ ഇടങ്ങളുമാണ് അവരെ ആയുധമാക്കുന്നത്. അവയുടെ മറപറ്റി നിന്നുകൊണ്ടാണ് യാതൊരു ഉളുപ്പുമില്ലാതെ എതിരാളികളെ അഭിനവ ശിഖണ്ഡിമാർ അരിഞ്ഞു വീഴ്ത്തുന്നത്. ഇതിലേറ്റവും ഒടുവിലത്തെ ആക്രമണമാണ് മുൻ മന്ത്രിയും മുതിർന്ന CPM നേതാവുമായ KK ശൈലജയ്ക്ക് നേർക്കുണ്ടായത്. സംസ്കാര സമ്പന്നമെന്ന് നാം ഊറ്റം കൊള്ളുന്ന കേരളത്തിൻ്റെ മണ്ണിലാണ് ഇത്തരം നികൃഷ്ടമായ പ്രവൃത്തികൾ അരങ്ങേറുന്നത്. ഓർക്കണം, തെരഞ്ഞെടുപ്പുകളും രാഷ്ട്രീയ എതിർപ്പുകളും മുമ്പും ഉണ്ടായിട്ടുണ്ട്. കൊണ്ടും കൊടുത്തും തന്നെയാണ് ഇവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവയുടെ നേതാക്കളും പ്രവർത്തിച്ചിട്ടുള്ളതും വളർന്നതുമെല്ലാം. പക്ഷേ ഓരോ ഘട്ടം വരുമ്പോഴും അവരുടെ വാക്കുകളിലും അതിലൂടെ പ്രചരിക്കുന്ന ആശയങ്ങളിലും മിതത്വവും കുലീനത്വവും പുലർത്താൻ ഓരോ നേതാക്കളും ശ്രദ്ധിച്ചിരുന്നു. ഇപ്പോൾ നേതാക്കളല്ല, മറിച്ച് ഓരോ സംഘടനയുടെയും വക്താവ് പരിവേഷം സ്വയം എടുത്തണിഞ്ഞ് വ്യക്തിഹത്യ ചെയ്യാൻ ഇറങ്ങുന്നവരാണ് ലേറ്റസ്റ്റ് ശിഖണ്ഡിമാർ. രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവരാണ് ഇത്തരം ആക്രമണങ്ങൾക്ക് കൂടുതലും ഇരകൾ ആകാറുള്ളത്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ കുടുംബാംഗങ്ങൾക്ക് നേരെ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് നടന്ന അധിക്ഷേപം ചെറുതായിരുന്നു. ഒന്നോർത്തു നോക്കിക്കേ. തൃക്കാക്കര മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് ഉമാ തോമസിനെതിരെയും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ KK രമയ്ക്കെതിരെയും ഒക്കെ സമാനമായ സൈബർ ആക്രമണങ്ങൾ ഉണ്ടായി. മാധ്യമപ്രവർത്തകയ്ക്ക് നേർക്കും ഇതുപോലെ അപകീർത്തിപ്പെടുത്തുന്ന പ്രചാരണങ്ങൾ ഉണ്ടായത് നാം മറന്നിട്ടില്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർക്ക് ഇത്തരം ആക്രമണങ്ങളിൽ നിന്ന് മുക്തരല്ല. അവർക്ക് നേരെയും ഉണ്ടായി. മുതിർന്ന CPM നേതാവ് EP ജയരാജൻ, മന്ത്രി ശിവൻകുട്ടി, എത്രയോ നേതാക്കന്മാരാണ്, ഇവർക്കെല്ലാം നേരെ സൈബർ ആക്രമണങ്ങളുണ്ടായി. കൃത്രിമമായി ചമയ്ക്കുന്ന ചിത്രങ്ങളും തെറ്റായ രേഖകളുമെല്ലാം ഇത്തരം ദുഷ്പ്രചരണങ്ങൾക്ക് വ്യാപകമായി ഉപയോഗിക്കുന്നു. കൈവിട്ട വാക്കും കൈവിട്ട ആയുധവും പിൻവലിക്കാനാവില്ല. ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും അതിൻ്റെ ഫലം അനുഭവിക്കേണ്ടി വരുന്നവന് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാകുമെന്നതും തിരിച്ചറിയേണ്ട കാര്യമാണ്. വ്യത്യസ്ത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലും സംഘടനകളിലും പ്രവർത്തിക്കാനുള്ള മൗലികമായ എല്ലാ സ്വാതന്ത്ര്യവും നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. ഒരാൾ ഏത് സംഘടനയിൽ പ്രവർത്തിക്കണം, എന്ത് വിശ്വാസ പ്രമാണം വെച്ച് പുലർത്തണം എന്നൊക്കെ പറയാൻ മറ്റാർക്കും അവകാശമില്ല. അത്തരം സ്വാതന്ത്ര്യങ്ങളിലേക്കുള്ള കൈകടത്തലും തീർത്തും അന്യായമാണ്. ആശയപരമായ എതിർപ്പുകൾ നേരിട്ടും സഫ്യതയുടെ അതിർവരമ്പുകൾ ലംഘിക്കാതെയും വേണം പ്രകടമാക്കേണ്ടത്. അല്ലാതെ ഇരുളിൻ്റെ മറവിൽ നിന്നാവരുത് ആക്രമണം. തെറ്റുകൾ ചൂണ്ടിക്കാട്ടാം, വിമർശിക്കാം. അതിനെല്ലാം ഒരു പരിമിതിയുണ്ട്. നിരുത്തരവാദിത്വപരമായി ഇത്തരം നിന്ദ്യമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരെ അവരെത്ര സമർത്ഥരായാലും ഉന്നതരായാലും പ്രോത്സാഹിപ്പിക്കാനോ സംരക്ഷിക്കാനോ ഒരു സംഘടനയുടെ നേതൃത്വം തയ്യാറാകരുത്. മനുഷ്യത്വരഹിതമായി സൈബർ ആക്രമണത്തിന് മുതിരുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്ന കാര്യത്തിലെങ്കിലും എല്ലാ സംഘടനകളും രാഷ്ട്രീയ നേതാക്കളും ഒറ്റക്കെട്ടായി നിൽക്കേണ്ടതാണ്. അതുപോലെ ചില യൂട്യൂബർമാരും ഓൺലൈൻ മാധ്യമങ്ങളും എല്ലാ സീമകളും ലംഘിക്കുന്നു. ആരെയും കരിവേരിത്തേക്കാവുന്ന ഒരു ലൈസൻസായി മാറ്റുന്നു യൂട്യൂബുകൾ. വ്യക്തിഹത്യ നടത്തുന്നത് ഒരു പ്രസ്ഥാനത്തിന് ഭൂഷണമല്ല, മറിച്ച് ആശയപരമായ പോരാട്ടമാണ് നമ്മുടെ ഇടയിൽ വേണ്ടത്.